ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിറങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 അപ്ഡേഷനുകളാണ് ഈ വീഡിയോയിൽ. അതായത് KSEBിയുടെ ഭാഗത്തു നിന്ന് ഉപഭോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കായി 5 ലക്ഷം രൂപ വരെ സബ്സിഡിയോടുകൂടി ലോൺ കൊടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചും. അതുപോലെ കേരളത്തിലെ SIRൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനുമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് KSEBിയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. വീടുകളിലോ സ്ഥാപനങ്ങളിലോ വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ പിഴയും നടപടികളും ഒഴിവാക്കാൻ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ KSEB ലഘൂകരിച്ചു. 2026 മാർച്ച് 31 വരെയാണ് ഉപഭോക്താക്കൾക്ക് ഈ പ്രത്യേക ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിനായി സാധാരണ ഈടാക്കാറുള്ള പ്രധാന ഫീസുകൾ KSEB ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപേക്ഷാ ഫീസ്, അതുപോലെ ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ നൽകേണ്ടതില്ല. അധിക ലോഡ് നൽകുന്നതിനായി വിതരണ ശൃംഖലയിൽ ലൈൻ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ പോസ്റ്റ് ഇടുകയോ ചെയ്യുകയോ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ തുക ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും. എല്ലാ വിഭാഗം LT ഉപഭോക്താക്കൾക്കും ഈ സൗകര്യം ഉപയോഗിക്കാം. എന്നാൽ ഏതെങ്കിലും നിയമപരമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ പരാതികളോ നിലനിൽക്കുന്ന കണക്ഷനുകളിൽ അവ പരിഹരിച്ച ശേഷം മാത്രമേ ലോഡ് ക്രമീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇതിലേക്ക് 2 രീതിയിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. KSEBിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് wss.kseb.in എന്ന വെബ്സൈറ്റിലൂടെ നേരിട്ട് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ അതത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിൽ പൂരിപ്പിച്ച അപേക്ഷയും തിരിച്ചറിയൽ രേഖയും കണക്റ്റഡ് ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷൻ നൽകി അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് സങ്കീർണമായ രേഖകളൊന്നും ഇതിനായിട്ട് ആവശ്യമില്ല. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പിഴകളും നടപടികളും ഒഴിവാക്കാൻ ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് KSEB അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അടുത്ത അറിയിപ്പ്, ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് സ്വയം തൊഴിൽ പദ്ധതിയുമായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും. വായ്പാ തുകയുടെ 20% സബ്സിഡിയായി ലഭിക്കുന്നതാണ്. അതുപോലെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഉള്ളവർ, അതുപോലെ 18 വയസ്സിന് താഴെ പ്രായം വരുന്ന കുട്ടികളുള്ളവർ, അതുപോലെ BPL കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. BPL വിഭാഗത്തിൻ്റെ അഭാവത്തിൽ കുടുംബ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപ വരെയുള്ള APL വിഭാഗത്തെയും പരിഗണിക്കുന്നതാണ്. സബ്സിഡി കഴിച്ചുള്ള വായ്പാ തുകയ്ക്ക് 6% നിരക്കിൽ പലിശ ഈടാക്കുന്നതാണ്. അപേക്ഷകർ www.ksmdfc.org. മുഖേന ഓൺലൈനായിട്ട് അയക്കാം. കൂടാതെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായി പൂരിപ്പിച്ച് നേരിട്ടും തപാൽ മുഖേനയും കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസ്, റീജിയണൽ ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, കേരളത്തിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി, അതായത് SIR, ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുകയാണ്. നിലവിൽ ഈ മാസം 22-ന് അവസാനിക്കേണ്ടിയിരുന്ന കാലാവധിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നീട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന് ഇത് സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി കമ്മീഷനോട് കഴിഞ്ഞ ആഴ്ച ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ സമയപരിധി നീട്ടണമെന്ന് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുതുതായി പേര് ചേർക്കുന്നതിനും അതുപോലെ തെറ്റുകൾ തിരുത്തുന്നതിനും മരിച്ചവരുടെയോ താമസം മാറിയവരുടെയോ പേരുകൾ നീക്കം ചെയ്യുന്നതിനും ഈ കാലയളവിൽ അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞത്തിൻ്റെ, അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായാണ് ഈ നടപടി.